But I know that in Indian music and Indian culture, you are very romantic. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇന്ത്യൻ മ്യൂസിക് അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിലെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്നേഹത്തെ വളരെയധികം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. Because sometimes I've heard these songs that these love songs that Indian musicians sing. പല ഇന്ത്യൻ പാട്ടുകാർ പാടിയിരിക്കുന്നതായ സ്നേഹഗീതങ്ങൾ, സ്നേഹപ്പാട്ടുകളൊക്കെ ഞാൻ ധാരാളമായി കേട്ടിട്ടുണ്ട്. And sometimes the man will sing this very romantic song to the woman. ചില സമയത്ത് ചില ആളുകൾ സ്ത്രീകളെ നോക്കിക്കൊണ്ട് വളരെ സ്നേഹനിർഭരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. And he says, my life has never been the same since you came to me. അതെ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ജീവിതം പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല. And he says, if you ever leave me, the sun goes down. അവ നീ എന്നെ വിട്ടുപോകുമ്പോൾ ഞാൻ ആകപ്പാടെ തളർന്നു പോകുന്നത് പോലെയാകുന്നു. And very romantic type of song. അങ്ങനെ വളരെ സ്നേഹനിർഭരമായിരിക്കുന്ന പാട്ടുകൾ. That's really the kind of song that we have right here. ഇവിടെ വാസ്തവത്തിൽ അതിന് തുല്യമായിരിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ആ വാക്യത്തിൽ നമ്മൾ വായിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ. Because it has always been God's plan for the husband to love his wife with deep emotion. കാരണം ആഴമേറിയതായിരിക്കുന്ന വൈകാരിക ബോധ്യത്തോടുകൂടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. And the Bible says that they were naked, but they were not ashamed. അവിടെ നാം ഇങ്ങനെ തുറന്നു വായിക്കുന്നു, അവർ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷെങ്കിൽ അവർക്ക് നാണം തോന്നിയില്ല എന്ന് നാം വായിക്കുന്നു. They had the most perfect relationship on earth. ഭൂമിയിൽ ഏറ്റവും പരിപൂർണമായ ഒരു ബന്ധമാണ് അവർക്ക് തമ്മിലുണ്ടായിരുന്നത് എന്ന് അതിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. They never had any arguments. അവർക്ക് തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല. They didn't fight about money. പണത്തെക്കുറിച്ച് അവർക്ക് വാഗ്വാദങ്ങളില്ലായിരുന്നു. They didn't fight about children or mother-in-laws. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളോ അമ്മായിയമ്മയുടെ പ്രശ്നങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. They just had this perfect relationship. അത് യഥാർത്ഥമായിരിക്കുന്ന ഒരു പരിപൂർണമായിരിക്കുന്ന ബന്ധം അവർക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. That's the way it was in the beginning. അങ്ങനെയായിരുന്നു വാസ്തവത്തിൽ ആരംഭത്തിൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. But something happened to this marriage. എന്നാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. So I want my next volunteer to come up, and I want you guys to stand beside each other. നിങ്ങൾ രണ്ടുപേരും ആദ്യം നിന്നതുപോലെ ഒന്ന് ചേർന്ന് നിന്നാട്ടെ. Put your arms like that. Now, I want this brother to come behind them. ഇവരുടെ പുറകിലായിട്ട് വന്നു. In fact, I want you to kind of sneak up behind them. അവരുടെ പുറകിൽ ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നിൽക്കണം. Because the Bible says that a snake was in the garden. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ വായിക്കുന്ന, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നത് പാമ്പ് തോട്ടത്തിലേക്ക് കടന്നു വന്നു. And we know that snake came and he pulled Eve away. അവിടെ വന്നിട്ട് ഹവ്വായെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. We know that Eve was deceived by listening to the serpent. ഇപ്പോൾ പിശാച് പറഞ്ഞത് അല്ലെങ്കിൽ പാമ്പ് പറഞ്ഞത് കേൾക്കത്തക്ക നിലയിൽ ഹവ്വായുടെ ഹൃദയത്തെ അത് വശീകരിച്ചു കൊണ്ടുപോയി. And then we know that both Adam and Eve disobeyed God and they rebelled. അങ്ങനെ ആദമും ഹവ്വയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. And suddenly sin came into the picture. അങ്ങനെ പാപം അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And sin came and it brought its curse in the earth. അത് മാത്രമല്ല, പാപം അതിന്റെ ശാപം ഈ ഭൂമിയിലേക്ക് എറിയുവാനായിട്ട് ഇടയായി. But it also affected this relationship. അത് ഇവരുടെ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തെ അത് സാരമായി ബാധിച്ചു. So I want you to just come in there and just push them apart. രണ്ട് സൈഡിലോട്ട്. Okay. And then you stand right there in the middle. This is what happened to the marriage. ഇതാണ് വാസ്തവത്തിൽ പിശാചിന്റെ പ്രവർത്തനത്തിന്റെ കൂടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന സംഭവം, യാഥാർത്ഥ്യം. Not only were the man and the woman separated from God, ദൈവത്തിങ്കൽ നിന്ന് അവർ രണ്ടുപേരും മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അകന്നുപോയി എന്നുള്ളത് മാത്രമല്ല അവിടെ സംഭവിച്ചത്, but they were also separated from each other. അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും അവര് അന്യപ്പെട്ടു പോകുവാൻ അല്ലെങ്കിൽ അകന്നു പോകുവാൻ ഇടയായി തീർന്നു. Because in a sinful world, it's difficult for men and women to get along. നോക്കൂ, ഈ പാപം നിറഞ്ഞതായിരിക്കുന്ന ഈ ലോകത്തില് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സഹകരിച്ചു പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ളതായിരിക്കുന്ന കാര്യമല്ല. And after sin came into the world, പാപം ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം God spoke something to the serpent, and he spoke to the man, and he spoke to the woman. ദൈവം പിശാചിനോട് സംസാരിക്കുന്നു, സ്ത്രീയോട് സംസാരിക്കുന്നു, പുരുഷനോട് സംസാരിക്കുന്നു. And I want you to hear what
he said to the woman in Genesis 3:16. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അവിടെ വരുമ്പോൾ ദൈവം സ്ത്രീയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. യെസ്. Now this is what happened after sin came into the world. ലോകത്തിൽ പാപം സംഭവിച്ചതിന് ശേഷം അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. The Bible says that the woman, because of sin, she was going to have a lot of pain in her life. വേദപുസ്തകം ഇങ്ങനെയാണ് വായിച്ചത്, പാപം മുഖാന്തരം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറെ വേദനകൾ അവൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് ദൈവം പറഞ്ഞു. And God said, your husband is going to rule over you. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും എന്ന് ദൈവം അവളോട് പറഞ്ഞു. Now, this doesn't mean that this was God's perfect plan for marriage. വാസ്തവത്തിൽ കുടുംബജീവിതത്തെ സംബന്ധിച്ച്, വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥമായ പദ്ധതി അതായിരുന്നു എന്നല്ല നമുക്കതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. God is saying that this is the way it's going to be when sin is in control. അത് പാപം അതിന്റെ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ഈ സ്ഥിതിയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് വാസ്തവത്തിൽ ദൈവം അവരോട് പറയുകയാണ് ചെയ്യുന്നത്. So you see, this is the picture. ഇതാണ് വാസ്തവത്തിൽ അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. The devil is behind the man. പുരുഷന്റെ പുറകിലായിട്ട് സാത്താൻ ഇപ്പോൾ നിന്നവനെ ഭരിക്കുന്നു, നിയന്ത്രിക്കുന്നു. The man gets full of pride. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷൻ അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. He thinks he's so strong and he's in control. അവന് ആരോഗ്യമുള്ളവനാണ്, ബലമുള്ളവനാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് അവനാണ് എന്ന ചിന്ത അവന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. And because the woman is physically weaker, she's at a disadvantage. ശാരീരികമായി പുരുഷന്മാരെക്കാൾ സ്ത്രീ കുറെ ബലഹീനയായതുകൊണ്ട് അവളെ ഭരിക്കേണ്ടത് പുരുഷനാണെന്നുള്ള ചിന്ത വന്നിരിക്കുന്നു. And so this woman is going to experience domination and oppression. ഇപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വാസ്തവത്തില് പ്രയാസങ്ങളും ഭാരങ്ങളും അനുഭവിക്കേണ്ടതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൾ വലിച്ചിഴക്കപ്പെട്ടു. And you know, all the different countries that I've visited in the last several years, കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഞാൻ സന്ദർശിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും, everywhere I go, I see this picture. എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ കണ്ട ചിത്രം ഈ കാണുന്ന ചിത്രം തന്നെയാണ്. If I go to Latin America, if I go to the Middle East, if I go to Africa, ഞാൻ ആഫ്രിക്കയിലേക്ക് പോയാൽ, ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയാൽ, മധ്യപൂർവ്വ പ്രദേശങ്ങളിലേക്ക് പോയാൽ, എവിടെ ചെന്നാലും, especially cultures where the gospel has not really been preached, വ്യക്തമായിട്ട് സുവിശേഷം കടന്നു പ്രസംഗിക്കപ്പെട്ടിട്ടില്ലാത്ത സംസ്കാരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുവാൻ കഴിയുക. we see that men are dominating and women are abused and oppressed.